ഒരു നൂറ്റാണ്ടിലധികമായി തുടരുന്ന ഒരു സംവാദത്തിൽ നിർണായകമായൊരു ഉത്തരം ലഭിക്കുകയാണ് ഈ മെയ് മാസത്തെ. യഥാർത്ഥത്തിൽ ഗാന്ധിയും സവർക്കറും തമ്മിലുള്ള ഒരു സംവാദമാണ് 100-ലധികം വർഷം മുമ്പുള്ള ഗാന്ധിയുടെ ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഗാന്ധി അഭിമുഖീകരിച്ച ചോദ്യം ഏത് ഇന്ത്യ എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും കൊളോണിയലിസം കീഴ്പ്പെടുത്തി കഴിഞ്ഞ ഒരു ഇന്ത്യയെ വീണ്ടെടുക്കുമ്പോൾ അത് ഏത് ഇന്ത്യ ആയിരിക്കണം? വികേന്ദ്രീകൃതമായ ഒരു ഇന്ത്യ, സെക്കുലറായ ഒരു ഇന്ത്യ, ജനാധിപത്യപരമായി വികേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു ഇന്ത്യ, അധികാരം സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന ഒരു ഇന്ത്യ. ഇങ്ങനെ ഒരു ഉത്തരം ഗാന്ധി നൽകി. അത് കോൺഗ്രസിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനും അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് കൊണ്ടുപോകാനും 47-ൽ ഒരു സെക്കുലർ ഇന്ത്യ സാധ്യമാക്കുന്നതിനും ഒന്ന് കഴിഞ്ഞു. ഗാന്ധി സ്വന്തം ജീവിതം കൊണ്ടാണ് ഈ പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള സങ്കല്പം മുന്നോട്ട് വെച്ചത്. ഗാന്ധിയുടെ വധത്തിന് ശേഷം ഗാന്ധി മരണം കൊണ്ടാണ് ചെറുത്ത് നിന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ സ്വന്തം ജീവിതം കൊണ്ടും മരണാനന്തരം മരണം കൊണ്ടും ചെറുത്ത് നിന്ന ഒരു ആശയം പ്രബലമായ ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ വിധി വളരെ നിർണായകമാകും. മിക്കവാറും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കിയാൽ ഒരു മൂന്നാമത് ഊഴം NDAക്ക് ലഭിക്കുമെന്നാണ് ആശങ്കിക്കേണ്ടത്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു മൂന്നാമത് ഒരു ഊഴം ലഭിക്കുകയും മൊത്തം ഭരണഘടനയെ തന്നെ മാറ്റാവുന്ന നിലയിലേക്ക് ഒരു ഭൂരിപക്ഷം BJPക്ക് ലഭിക്കുകയും ഹിന്ദു സംഘപരിവാറിന് ലഭിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഗാന്ധിയും ഇന്ത്യൻ ജനതയും ആഗ്രഹിച്ചത് നേരെ വിപരീതമായി ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാവുകയായിരിക്കും ഫലം. ഹിന്ദു രാഷ്ട്രമാവുക എന്നതിനർത്ഥം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി ഇന്ത്യ പിന്തുടർന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പിന്തുടർന്ന ഇന്ത്യൻ ജനസാമാന്യം പിന്തുടർന്ന പുതിയ ഇന്ത്യയുടെ സ്വപ്നം സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അത് സംഭവിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ അതിൻ്റെ ഒരു ലീഡിലേക്ക് ഉയരും എന്ന് നമുക്കിന്ന് പ്രതീക്ഷിച്ചുകൂടെ. അതിന് ശ്രമങ്ങളില്ല എന്നുള്ളതല്ല. നിശ്ചയമായും ഇന്ത്യ എന്ന സഖ്യം ഇന്ത്യയുടെ ഈ പ്രതിരോധത്തെ പ്രതിനിധീകരിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഈ നിർണായകമായി ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് തന്നെ ഒരു ഊഴം കിട്ടുകയും BJPക്ക് ഒരു ഭരണഘടനയടക്കം മാറ്റാനാവശ്യമായ ഒരു ക്ലീൻ വിക്ടറി കിട്ടുകയും ചെയ്താൽ നമുക്ക് ആകെ ആശിക്കാവുന്നത് ഒരു പ്രതിപക്ഷമെങ്കിലും ഉണ്ടാകണമേ എന്നുള്ളതാണ്. ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത ഒരു ഇന്ത്യ നമുക്ക് സ്വപ്നം കാണാനാവില്ല. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഇന്ത്യയിൽ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇന്ത്യ ജനതയ്ക്ക് മനസ്സിലായേക്കും. രാഷ്ട്രീയക്കാർ സംഭവിപ്പിക്കാത്തത് ജനത സംഭവിച്ച ഒരു ചരിത്രം നമുക്കുണ്ടല്ലോ. പല അടിയന്തരാവസ്ഥകളെ കടന്നു പോയിട്ടുള്ള ഒരു ജനതയാണ് നാം. ഈ അടിയന്തരാവസ്ഥയും അതിജീവിക്കാൻ അതിന് നേതൃത്വം കൊടുത്താൻ ഇന്ത്യ രാഷ്ട്രീയക്കാർക്കാവില്ലെങ്കിലും ഇന്ത്യൻ ജനതയ്ക്കാവുമെന്ന് ഞാൻ ആശിക്കുന്നു.